നമസ്കാരം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിത ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരികയാണ്. ആയിരങ്ങൾക്ക് അക്ഷരമേകിയ വാളകം EMS ഗ്രന്ഥശാലയുടെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. 2008 വാളകം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച EMS ഗ്രന്ഥശാല ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നാട മുറിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ധന്യ മുഹൂർത്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രിക്കൊപ്പം EMS ഗ്രന്ഥശാല സെക്രട്ടറി അഡ്വക്കേറ്റ് PK ജോൺസൺ, പ്രസിഡന്റ് ജോൺകുട്ടി ജോർജ്, വെട്ടിക്കുരൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബിൻ ജോർജ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് AS ഷാജി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S ഗോപകുമാർ എന്നിവർ മന്ത്രിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ നമ്മൾ വീക്ഷിക്കുന്നത് ഭദ്രദീപം കൊളുത്തുന്ന ധന്യ മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ, വ്യാപാരി സുഹൃത്തുക്കൾ, ജനപ്രതിനിധികൾ, നല്ലവരായ നാട്ടുകാർ എല്ലാവരും കൂടിയാണ് ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാകുന്നത്. ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. EMS ഗ്രന്ഥശാലയിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ മന്ത്രിക്കൊപ്പം വേദിയിലെ വിശിഷ്ട അതിഥികൾ എല്ലാവരും തന്നെ ഭദ്രദീപം തെളിയിക്കുന്ന ധന്യ ചടങ്ങാണ്. വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് ഈ ലൈബ്രറിയുടെ പുതിയ കെട്ടിടം വന്നേക്കുന്നത്. വളരെ ആൾക്ക് അക്സസ് ഉള്ള ഈ സ്ഥലത്തൂടെ കയറാം, അവിടെ എത്താൻ പറ്റും. വഴി അപ്പുറത്തൂടെ ഉണ്ട്, ഇപ്പൊ ഇതിലെ കയറുന്നേ ഉള്ളൂ. എന്തായാലും ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം ആൾക്ക് വരാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ ചെറിയ ഹാളുണ്ട്, താഴത്തെ ബിൽഡിംഗ് മാത്രമല്ല, ഇതിന്മേൽ ഹാളുണ്ട്. വായിക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. പിന്നെ വണ്ടി കയറി ചെന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യമുള്ള സ്ഥലത്ത്, ഇത്രയും വിലയുള്ള സ്ഥലത്ത് സ്ഥലം തന്നു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന കാര്യം. അദ്ദേഹത്തെ ഒന്നുകൂടെ അഭിനന്ദിക്കുകയാണ്. അത് തന്നില്ലായിരുന്നു നമുക്ക് ഇത്ര നന്നായി ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ലൈബ്രറികൾ ഏറ്റവും അധികമുള്ളൊരു മേഖലയാണ് നമ്മുടെ കൊട്ടാരക്കര താലൂക്ക്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അധികം ലൈബ്രറികളുള്ള രണ്ടാമത്തെ പ്രദേശമാണ് താലൂക്കാണ്. തലശ്ശേരിയാണ് ഒന്നാമത്. അപ്പൊ അത്രയും പുസ്തകങ്ങളെ സ്നേഹിക്കുകയും വായനയെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി നടത്താൻ ധാരാളം പ്രവർത്തകരുണ്ട്. എല്ലാ പ്രദേശവും എടുത്താലും ലൈബ്രറികളുടെ ആവശ്യം വരുന്നുണ്ട്. പുതിയ കെട്ടിടങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, അവിടെ പല പരിപാടികളും മത്സരങ്ങളും ഒക്കെ ഉണ്ട്, സാഹിത്യ മത്സരവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൂടുതൽ വിപുലമായി കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഈ വായന വഴിയാണ് നമുക്ക് സമൂഹത്തെ മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ലോകത്തെ കാര്യങ്ങളെല്ലാം കാണുന്നില്ല, വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റിനെയും നമ്മൾ എന്ത് നിലപാടെടുക്കണം, എന്താണ് ലോകത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രൂപീകരിക്കാൻ നമുക്ക് എപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പുസ്തകവും വായനയോ പേപ്പറോ ഒക്കെ ആയിക്കോട്ടെ. അപ്പൊ അത് കൂടുതൽ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരം ലൈബ്രറി നമ്മളെ സഹായിക്കും. ഇവിടെ ധാരാളം കാര്യങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്തൊക്കെ പങ്കാളിയാവാൻ കഴിയുന്നു എന്നുള്ളതിന്റെ സന്തോഷം എനിക്കുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ വലിയ വികസനം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് പല പല മേഖലകളിൽ. പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അത് അലമാരകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കുമ്പോഴാണ് അതിന് മോചനം സിദ്ധിമാകുന്നത്. ഈ അലമാരകളിലിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം മോചിതരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാർത്താ മലയാളത്തിന് വേണ്ടി അജീഷ് കൃഷ്ണ.